നമസ്കാരം. നിങ്ങളുടെ കണ്ണീർ ദൈവം കാണുന്നുണ്ട്. ആ കണ്ണീരിനോടുകൂടി എൻ്റെ കണ്ണീരും ഞാൻ ചേർക്കുന്നു. നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, മാപ്പ്. കൊട്ടിയൂരിൽ +1 പെൺകുട്ടിയെ പീഡിപ്പിച്ച് ജയിലിലായ വൈദികന് വേണ്ടി മാനന്തവാടി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടത്തിൻ്റെ മാപ്പപേക്ഷയിലെ വികാരനിർഭരമായ വാക്കുകളാണിവ. അജഗണം സൂക്ഷിപ്പുകാരൻ്റെ തന്നെ ഇരയായതിലുള്ള സഭാ പ്രതിപുരുഷന്റെ വാക്കുകൾ വിശ്വാസികൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? വിശ്വാസത്തിലെടുക്കണമെങ്കിൽ സഭയ്ക്കും വൈദിക സമൂഹത്തിനും നാണക്കേട് വരുത്തി വെക്കാതിരിക്കാൻ തലശ്ശേരി രൂപതയിലും മാനന്തവാടി രൂപതയിലും അരങ്ങേറിയ നാടക കസർത്തിൽ ബഹുമാന്യനായ പൊരുന്നേടം പിതാവിന് പങ്കില്ലെന്ന് വിശ്വാസി സമൂഹത്തോട് പറയേണ്ടി വരും. അതിന് തയ്യാറാകാത്തിടത്തോളം മാനന്തവാടി രൂപതയുടെ തലപ്പത്തേക്കും സംശയത്തിന്റെ വിരൽ നീളും. ജയിലിലായ അച്ഛൻ്റെ പോലീസിനോടുള്ള കുമ്പസാരം രഹസ്യമാക്കി വെക്കേണ്ടതില്ല. വയനാട്ടിലേക്ക് പോലീസ് വെച്ചുപിടിച്ചത് ഈ കുമ്പസാരത്തിന്റെ ചുവട് പിടിച്ച് തന്നെയാണ്. അവിടെയാണ് പോലീസ് സഭയുടെ നാവെന്ന് പറയാവുന്ന ഫാദർ തോമസ് ജോസഫ് തേരകത്തിൽ എത്തി നിൽക്കുന്നത്. ഒരു വൈദികൻ വഴിപിഴച്ചതിന് സഭയെയും പ്രതിപുരുഷന്മാരെയും എന്തിന് പ്രതിക്കൂട്ടിൽ നിർത്തി അപമാനിക്കണം എന്നത് ആത്മാർത്ഥമായ ചോദ്യമാണ്. പക്ഷേ ആ വഴി പിഴച്ചവന് വേണ്ടി എന്തെല്ലാമാണ് 2 രൂപതകളിലായി അരങ്ങേറിയത്? പിടിക്കാതിരിക്കാനും പിടിക്കപ്പെട്ടാൽ തേച്ചുമാച്ച് കളയാനുമുള്ള കുറുക്കുവഴികൾ മാത്രം. പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 9 പ്രതികളിലേക്ക്. അതിൽ തന്നെ 4 കന്യാസ്ത്രീകൾ. ഫാദർ തോമസ് ജോസഫ് തേരകവും സിസ്റ്റർ ബെറ്റിയും പ്രതിയാകാൻ പോവുകയാണ്. അനാഥരെയും ആലംബഹീനരെയും രക്ഷിക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുത്തവർ ആരുടെ സംരക്ഷകരായാണ് അവതരിച്ചത്? മൗനത്തിന് വിട നൽകി കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് ഒടുവിൽ പറഞ്ഞ ആലഞ്ചേരി പിതാവും ഓർക്കുക. സംരക്ഷിച്ചവർ ആരൊക്കെയെന്ന് വിശ്വാസികളോടും പൊതുസമൂഹത്തോടും പറയാൻ താങ്കളും ബാധ്യസ്ഥനാണ്. സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇവയാണ്. കുട്ടിയെ പീഡിപ്പിച്ച വൈദികനെ രക്ഷിക്കാനുള്ള നാടകത്തിൽ മാനന്തവാടി ബിഷപ്പിന്റെ റോൾ എന്താണ്? പെൺകുട്ടിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കിയ ശക്തിയുടെ പേര് പുറത്തു കൊണ്ടുവരാൻ പോലീസ് തയ്യാറാകുമോ? സഭയെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചനയിലും മാനന്തവാടി ബിഷപ്പ് മാപ്പ് പറഞ്ഞ് ഒഴിയുമോ? വിശ്വാസികൾക്ക് പോലും സംശയമുള്ള വൈദിക ശ്രേഷ്ഠരെ എന്തിനാണ് സഭ സംരക്ഷിക്കുന്നത്? വലിയ പിഴ എന്ന് ആവർത്തിച്ചതുകൊണ്ട് മാത്രം വലിയ ഇടയന്മാർക്ക് കൈകഴുകാൻ കഴിയുമോ? സഭയുടെ സമ്മർദ്ദം അതിജീവിച്ച് സംരക്ഷകരിലേക്ക് എത്താൻ സർക്കാരിന് സാധിക്കുമോ? സീറോ മലബാർ സഭാ വക്താവായ ഫാദർ മാത്യു ചന്ദ്രംകുന്നേൽ, സാമൂഹ്യ നിരീക്ഷകനും ഇടത് സഹയാത്രികനുമായ ചെറിയാൻ ഫിലിപ്പ്, അഡ്വക്കേറ്റ് CP ഉദയഭാനു, മാനന്തവാടി രൂപത അംഗമായ KF തോമസ് എന്നിവരാണ് സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നത്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കൊട്ടിയൂരിൽ വൈദികൻ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 5 കന്യാസ്ത്രീകൾ പ്രതികൾ. ഫാദർ തോമസ് ജോസഫ് തേരകത്തെയും സിസ്റ്റർ ബെറ്റിയെയും കേസിൽ പ്രതി ചേർക്കാനും പോലീസ് നീക്കം. കുറ്റവാളികളെ സഭ സംരക്ഷിക്കില്ലെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഇരയോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ച് മാനന്തവാടി രൂപത. CWC ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകത്തെ പുറത്താക്കുമെന്ന് മന്ത്രി KK ശൈലജ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് ആലുവ കോടതിയിൽ പോലീസ്. തയ്യാറല്ലെന്ന് പൾസർ സുനി. പൾസർ സുനിയുടെയും ബിജീഷിന്റെയും കസ്റ്റഡി കാലാവധി 5 ദിവസത്തേക്ക് കൂടി നീട്ടി. നടിയുടെ ദൃശ്യങ്ങൾ ഫോണിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് മാറ്റിയെന്ന് സുനിയുടെ മൊഴി. മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കമാൻഡോ സുരക്ഷ കൂട്ടി. മുഖ്യമന്ത്രിക്കൊപ്പം 4 കമാൻഡോകൾ കൂടി. പിണറായിക്കെതിരെ വധഭീഷണി നടത്തിയ RSS നേതാവിനെതിരെ ഉജ്ജയിൻ പോലീസ് കേസെടുത്തു. കേരളത്തിൽ UAPA ചുമത്തി കേസെടുക്കണമെന്ന് കോടിയേരി. നാസിക്കിലെ സൈനിക ക്യാമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സൈനികൻ റോയ് മാത്യുവിന്റെ മൃതദേഹത്തിൽ അടിയേറ്റ പാടുകളെന്ന് ബന്ധുക്കൾ. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിൽ സൈന്യം അനാദരവ് കാട്ടി. ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതാകും പുതിയ മദ്യനയമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രിതമായ തോതിൽ മദ്യം ഉറപ്പാക്കണമെന്നും മന്ത്രി ചോദ്യം ഉത്തരത്തിൽ. സുപ്രീം കോടതി വിധി ബാറുകൾക്കും ബിയർ പാർലറുകൾക്കും ബാധകമല്ലെന്ന അറ്റോർണി ജനറലിന്റെ നിയമോപദേശത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെയും അഖിലേഷ് യാദവിന്റെയും ശക്തി പ്രകടനം. റോഡ് ഷോയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധിയും. UPയിൽ 6ാം ഘട്ടത്തിൽ 60% പോളിംഗ്. മണിപ്പൂരിൽ 1ാം ഘട്ടത്തിൽ 84%. 2ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ 189 റൺസിന് പുറത്ത്. നെതർലൻഡിന് 8 വിക്കറ്റ്. 90 റൺസുമായി ലോകേഷ് രാഹുൽ പൊരുതി. കരുൺ നായർക്ക് അവസരം മുതലാക്കാനായില്ല. ഓസീസിന് മികച്ച തുടക്കം.
കൊട്ടിയൂരെ പീഡകനെ സംരക്ഷിച്ചത് മാനന്തവാടി രൂപതയോ? ഇതാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.